യാത്ര കേദാർനാഥിലേക്ക് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. വളരെ ഇടുങ്ങിയ റോഡാണ്. ഒരു ഭാഗം മുഴുവൻ വലിയ കുഴികളാണ്. നമ്മൾ ഒരു മലേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കയറി അടുത്ത മലേൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങനെ കയറി ഇറങ്ങിയത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം യാത്ര ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ഒരു ഭീതി ഉണർത്തുന്ന രീതിയിലുള്ള യാത്രയായിരുന്നു. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 ആളുകൾ ഇറങ്ങി കുറച്ച് നടന്നു. വണ്ടി ബ്ലോക്കായപ്പോൾ അപ്പോൾ അവർക്ക് വഴിയിൽ നിന്ന് ഇങ്ങനെ ഐസിൻ്റെ കട്ടയൊക്കെ കിട്ടിയപ്പം അവരതൊക്കെ എടുത്തിട്ടൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് പിടിച്ച് നോക്കി. ഒരു പാറക്കഷ്ണം അങ്ങനെ അടർന്ന് വീണതായിരുന്നു വഴിയിൽ. അവരതെടുത്ത് കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. നമ്മളെ യാത്ര, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ വഴിയിൽ കാണുന്ന കാഴ്ചകളും കഴിക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ യാത്രാനുഭവങ്ങളാണ്. നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ഭക്ഷണം ഒരുപാട്, നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണം ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ വണ്ടി ബ്ലോക്ക് ആക്കിയിട്ട് കുറച്ച് ചെമ്മരിയാടും കൂട്ടുന്നത് കേട്ടോ. ചെമ്മരിയാടാണെന്നാണ് നമ്മുടെ ഒരു ധാരണ, നമുക്ക് അറിഞ്ഞൂടാ. ചെമ്മരിയാട് പോലെ തോന്നി കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ പുലർച്ചെ വണ്ടി വിട്ട സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോണിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത് ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അതൊന്നും എടുക്കാറുള്ളത്. അതേപോലെ എനിക്ക് തോന്നുന്നു 1000 ഒരു 2000 ഒക്കെ ആടുകളെ ഇങ്ങനെ മേടിച്ച് പോകുന്നത് കാണാം. പക്ഷേ ഇവിടുത്തെയൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 4 മണി 3 മണിയാകുമ്പോഴേക്ക് തന്നെ വെളിച്ചാവും. കുറേശ്ശെ ഇങ്ങനെ വെളിച്ചായി വരും. അപ്പോൾ അതുകൊണ്ട് അതേ നേരത്തെ തന്നെ ഇവർ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ പോകുന്ന വഴിയിലൊക്കെ കാഴ്ച നമുക്ക് ഇങ്ങനെ സുപരിചിതമാണ് ഓരോ പോകുന്ന ഇതിലും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടോ, വണ്ടി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ എന്താ പറയുക, പാറയിടുക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. താഴെ സൈഡിൽ കൂടെ നദി ഒഴുകുന്നുണ്ട്. താഴേക്ക് പോകണ്ടൊക്കെ എയർപോർട്ട് വരാണ്ടൊക്കെ നമുക്ക് കിട്ടിയ ഡ്രൈവറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡ്രൈവറായിരുന്നു കേട്ടോ. നമ്മളെ കറക്റ്റ് ഓരോ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിച്ച ഡ്രൈവർ. പോകുന്ന വഴിക്കൊരു ശിവനെയൊക്കെ കണ്ടു. അപ്പം നമുക്ക് ശിവനാണ്, പക്ഷെ എന്നാലും ആ ഒരു അതാണോ അത് മണിമുട്ടുന്ന സ്ഥലം. എന്നാ എന്താണ് തേരി അല്ലേ? അല്ല, ഡാം തേരിയല്ലേ? ഭാഗീരഥി നദിയിലുള്ള ഒരു ഡാം, തേരി ഡാമോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന്. അതിന് ഇവയിൽ കൂടെ വെള്ളം വിട്ടു. അതുപോലെ ഇതിവിടെ എന്തോ കരണ്ടോ എന്തോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടെ വെള്ളം വരിക. ഞങ്ങളെ സ്വന്തം കഞ്ഞിയും അച്ചാറും ചെറുപയറും നമ്മളെ രാത്രിയിലെ ഡിന്നറാണ് കേട്ടത്. അതെ, ചട്ടി വരെ തുടച്ച തിരിഞ്ഞ് ഞങ്ങള് बहुत अच्छा है. ये अचार നല്ല ടേസ്റ്റ് അല്ലേ? ഒരു കുപ്പി വാങ്ങിപ്പോയാലോ? വേറെ അച്ചാറാ. ഞങ്ങളിപ്പം ഉത്തരകാശിയിൽ നിന്നും യാത്ര തുടങ്ങി. കേദാർനാഥിലേക്കുള്ള യാത്രയാണ്. അപ്പം ഒരു 7 മണിക്കൂർ യാത്രയുണ്ട്. ഇനി കേദാർനാഥിലെത്തിയിട്ട് കാണാം.
പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും 2-3 പ്രാവശ്യം ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പേടിയാവും. അതുപോലെ ചെറിയൊരു പാലം, ആ മുന്നിൽ കാണുന്ന പാലത്തിൽ കൂടെ നമ്മുടെ ഡ്രൈവർ വണ്ടി അതിലേക്കൂടി എടുത്തുകൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ അത് കാറുകൾക്ക് പോവാൻ ട്രാവലർ പോവാൻ പറ്റും. അത്രയും കണ്ണിങ് ഡ്രൈവർമാരാണെങ്കിൽ മാത്രമേ എടുത്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ആ പാലത്തിൻ്റെ വീതി പറഞ്ഞാൽ വളരെ കുറഞ്ഞ വീതി കേട്ടോ. എന്നാലും ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും നല്ല ഇതിൽ അങ്ങെത്തി. അതാണ് നമ്മളെ ഡ്രൈവറെ പറ്റി പറയാനുള്ളത്. അത്രയും നല്ല ഡ്രൈവറാണ്, സൂപ്പർ ഡ്രൈവർ. അപ്പോൾ നമ്മളത് ആ പാലത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ പാലത്തിന് മുകളിലേക്ക് കൂടി പോകുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയാൽ പേടിയാവും. കാരണം അത്രയും താഴ്ചയിലാണ്, ഭയങ്കര ഹൈയിലാണ് ഈ പാലം കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരോ എന്താ പറയുക അനുഭവങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നമ്മൾ കേദാർനാഥിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി പോയിക്കോളും നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ ഡ്രൈവർ ചെറിയ ചെറിയ വഴികൾ മാറി തിരക്കൊഴിവാക്കിയിട്ടുള്ള റോട്ടിൽ കൂടിയൊക്കെ നമ്മളെ കൊണ്ടുപോയതുകൊണ്ടാണ് നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ വന്നതെന്നാണ് ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ട്. ഡാമിൻ്റെ സൈഡിൽ താഴെ ഒരു കാറ് കിടക്കും, ചാടി കിടക്കുന്നുണ്ടാവും. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ ദൃശ്യത്തിന്മേൽ കാറ് മോഹൻലാൽ തള്ളിയിട്ട കാറാണ് ഓർമ്മ വന്നത്. ഞാൻ ജസ്റ്റ് അന്നേരം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മോഹൻലാൽ തള്ളിയിട്ട കാറ് കണ്ടു. ശരിക്കും ഒരു ആക്സിഡൻ്റ് ആണ് സംഭവം. പക്ഷേ നമുക്കതിനെപ്പറ്റി അറിയില്ല. കാർ എപ്പോഴോ വീണ് പോയതായിരിക്കാം. അത് ശരിക്കും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം വെള്ളമുള്ള സമയത്താണെങ്കിൽ ആരും കാണാനും സാധ്യതയില്ല. ഇപ്പം വെള്ളം ഒഴിവാക്കിയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്തായാലും. എന്നാലും നമ്മളെ ഒരു കാഴ്ചപ്പാടിൽ കണ്ടിട്ടില്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം അത്രയും താഴ്ചയിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ശരിക്കും തോന്നി ഇതാരും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതിൽ. അങ്ങനെയാണ് ആ കാറ് കിടക്കുന്നത്. താഴെ ഒരു റോഡനെ ഉണ്ട് വെള്ളത്തില്. എന്തായാലും വേണ്ടില്ല. ഇത് മോഹൻലാൽ തള്ളിയിട്ടാ ദൃശ്യ സിനിമയില്. അമ്മ എത്ര കുട്ടിയതായിട്ടല്ല കാണുന്നത്. മഞ്ഞല്ല, ക്രീം കാറാ. അതന്നെടാ മോഹൻലാൽ തള്ളിയിട്ട കാറന്നെ ഉറപ്പിച്ച്. ഇതിനൊന്നും പറയാനില്ല. തെഹരി ഡാം എന്തത് ബോട്ട് സർവീസ് ഹോട്ടൽ. അത് പൊന്തി പൊന്തി വരും. അത് വെള്ളം വരുമ്പോ പൊന്തും അത്. അവിടെ ബോട്ട് ഓടുന്നുണ്ട്. പക്ഷെ എത്രങ്ങാനും ദൂരം നോക്കടാ. ഫ്ലോട്ടിംഗ് ഹോട്ടൽ.
എന്താണ്? ഹായ്. വഴിയിൽ കണ്ടൊരു കാഴ്ച അല്ലേ? നടന്നു പോകുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. അല്ല, സോനപ്രിയ അവിടേക്കായിരിക്കും ചിലപ്പോൾ. ആ അതന്നെ, ലൈനിൽ നിന്നിട്ടില്ലെങ്കിൽ പിടിച്ച് ബേക്കിലേക്ക് വീണ്ടും കൊണ്ടാക്കുന്നു. ലൈനായി പോയിക്കോളാം. ഹെൽമെറ്റ് തന്നെ എല്ലാവർക്കും വേണ്ടല്ലോ, പിന്നെ എങ്ങനെയാ? അടിയായി. ശരിക്കും നിർത്തിക്കണം അവിടെ, അതാ വേണ്ട. അതിൻ്റെ ഇടയിൽ കയറ്റിക്കൊണ്ടെന്നാൽ എങ്ങനെയാ? രണ്ട് വണ്ടിക്ക് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടോ? അതാ അല്ല, നമ്മളിപ്പോ നിർത്തിയല്ലേ ഇനിയിപ്പോ അവിടെ നിർത്തുമായിരിക്കും, തന്നെ ചെയ്യുമായിരിക്കും. ദില്ലി ഫരീദാബാദ്. എടാ നമ്മളന്ന് ഫരീദാബാദിലല്ലേടാ? ഫലൂദ കഴിച്ച സ്ഥലം ഫരീദാബാദ്. അവിടെ ബ്ലോക്ക്. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം റൂമിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചത് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുപോലെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ പോകുമ്പോൾ കുക്കറും ഒരടുപ്പും കുറച്ച് അരിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണം തോന്നിയ ഒരു കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ സുഖമാണ്. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യം ഭയങ്കര അബദ്ധമാണ്. നമ്മൾ കേരളത്തിൽ പോകുന്ന ആളുകൾക്കൊക്കെ അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പം ശരിക്കും നമുക്ക് രുചിയും പിടിക്കില്ല, അതുപോലെ നമ്മുടെ ശരീരത്തിന് കൊള്ളം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വയറിന് പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യതയില്ല. അപ്പം ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഹരിദ്വാറിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ ഈ ട്രാവലർ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുക്കറും അതുപോലെ ഒരു പാത്രവും കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ. കഞ്ഞിയും ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് വ്യത്യാസം നോക്കി, പ്യുവർ വാട്ടറും മറ്റേ പൊട്ട വെള്ളവും. അളകനന്ദി മന്ദാകിനി അല്ലേ? രുദ്രപ്രയാഗ്. അല്ല എന്നാലും അളകനന്ദ നദിയും മന്ദാകിനി നദിയും കൂടി ചേരുന്ന സ്ഥലം രുദ്രപ്രയാഗ്. നമ്മളിപ്പോൾ രുദ്രപ്രയാഗിലെത്തി. കേദാർനാഥിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടാണുള്ളത്. ഇവിടുന്ന് ചിലപ്പം നമ്മൾ പ്രൈവറ്റ് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് വേറെ ഇവിടുത്തെ വണ്ടിയിൽ പോകേണ്ടി വരും. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. എത്ര നേരം പിടിച്ചിടുന്നു എന്താണെന്നൊന്നും അറിയില്ല. കേദാർനാഥിൽ തിരക്ക് കൂടിയത് കൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ, നിറയെ വണ്ടികളാണ്. ആയിരിക്കും, കിടക്കാനുള്ളതാണോ എന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ ഒരു പന്തലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഉത്തരകാശിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 5 മണിയായി. വരുന്ന വഴിയിൽ ഞങ്ങൾ 2 സ്ഥലത്തായിട്ട് 1 മണിക്കൂറിലേറെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഇവിടെ എത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എപ്പോൾ പോകുന്നുള്ളതിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു.
അപ്പം ഞങ്ങൾ മെല്ലനെ ഇവിടുന്ന് വിടാൻ പോവാണ്. കട്ട ബ്ലോക്കാട്ടോ. ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മെല്ലനെ പോവാണ്. മന്ദാകിനി കാണുന്നതാണ് കൈലാസം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ Bye. അങ്ങനെ നമ്മൾ പുലർച്ചെ 3 മണിക്ക് ഇവിടെ എത്തിയിരിക്കുന്നു. എവിടാ? സീതപ്പൂർ. ഇവിടുന്ന് ഇനി അങ്ങ് നടക്കുക, കാൽനട. വേറൊരു രക്ഷയുമില്ല, നല്ല തിരക്കുമാണ്. അപ്പം നമ്മളിവിടുന്ന് ആരംഭിക്കുകയും നമ്മളെ ട്രെക്കിങ് അല്ലേ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.